മച്ചന്മാരെ DSC ബ്ലോഗിൻ്റെ മറ്റു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെച്ചാൽ ഹാപ്പി വിഷു. പിന്നെ നമ്മൾ ഡൽഹി പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഡൽഹി പോകുന്നത്. ഡൽഹി, ആഗ്ര, അങ്ങനെ ഈ ആഗ്ര സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ താജ്മഹൽ, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ വീഡിയോ ആയിട്ട് വന്നതാണ്. വീഡിയോ വന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാം. പിന്നെ വെച്ചാൽ ഹാപ്പി വിഷു. പക്ഷേ എന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞിട്ടാണ്, ഞാൻ ഒരോട്ടം പറഞ്ഞത് ഹാപ്പി വിഷു. ഇനി വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്, അതിൻ്റെ ഇതുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കട്ടെ. പിന്നെ ഞാനായിരിക്കും വീഡിയോ പിടിക്കുന്നത്, വേറെ ആരും എനിക്ക് ക്യാമറ പിടിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം. ഒന്ന് ഓക്കെ, ബായ്. ഹലോ മച്ചന്മാരെ, നമ്മളങ്ങനെ പോകുന്ന വഴി, ട്രെയിനിൽ പോകുന്ന വഴി നമ്മൾ ഉപ്പുപാടെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 16-ാം തീയതിയാണ് നമ്മൾ ആഗ്ര എത്തുക. നമ്മൾ ആഗ്ര എന്നുള്ള വീഡിയോ കാണിക്കാം മച്ചന്മാരെ. അങ്ങനെ നമ്മൾ ആഗ്ര എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് ചെങ്കോട്ടയാണ്. ആഗ്രയിലുള്ള ചെങ്കോട്ടയാണ്, നമ്മളെ ഡൽഹിയിലുള്ള ചെങ്കോട്ടയല്ല. അങ്ങനെ ആഗ്രയിലെ ചെങ്കോട്ടയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ മച്ചന്മാരെ. വലിയൊരു ചെങ്കോട്ടയാണ്. ഇവിടെ നിന്നാണ് നമ്മളെ ഷാജഹാൻ മരിച്ചത്. പിന്നെ വെച്ചാൽ അതിൻ്റെ നമുക്ക് അറിയാം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അങ്ങോട്ട് പോയാലോ. നമ്മളങ്ങനെ അതിൻ്റെ നമ്മളിവിടെ ബസ്സിൽ നിന്ന് കീഞ്ഞ് അങ്ങനെ അതിൻ്റെ മുന്നോട്ട് പോകാം പച്ചമാരെ. നമുക്ക് അതിൻ്റെ മുന്നോട്ട് പോയാലോ. ചെങ്കോട്ടേൻ്റെ മുന്നിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചെങ്കോട്ടേൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മളങ്ങനെ ചെങ്കോട്ടേനെ പോകുമെന്ന്. പിന്നെ നമ്മളെ മുന്നിലുള്ള ആള് നമ്മളെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഷമിനാട്ടൻ. അങ്ങനെ ഷമിനാട്ടൻ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ നിൽക്കുമെന്ന്. പിന്നെ ഇവിടെ കാണുന്നുണ്ട് ഒരു കുഴി, അവിടെയാണ് ഇവിടെ ഈ കോട്ടേനെ സംരക്ഷിക്കുന്ന മുതലകളാണ് ഇവിടെ കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി മുതലകളെ ഇട്ട സ്ഥലമാണിത്. ഒരു മുതലക്കുളമാണിത്. ചുറ്റിനുണ്ട് കേട്ടോ, ഈ കോട്ട ചുറ്റിനും ഇങ്ങനെ മുതലക്കുളം ഉണ്ട് കേട്ടോ. ചുറ്റുമായിട്ടാണ് നമ്മൾ ബാഹുബലി സിനിമയിലും കണ്ടിട്ട് അതേ കണക്ക് തന്നെ. പിന്നെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ മൊബൈൽ അങ്ങോട്ട് ഉള്ളിൽ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളിലെ വീഡിയോ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതല്ല, ബാഗും അതെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് നേരം ക്യൂ എല്ലാം നിന്നിട്ട് നമ്മൾ വലിയ വാതിലില്ല കേട്ടോ മച്ചന്മാരെ. വലിയൊരു ഇതെല്ലാം ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ബാഗെല്ലാം ചെക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുമെന്ന് മച്ചന്മാരെ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ചെക്കെല്ലാം ചെയ്തിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡൽഹി, ആഗ്രയെല്ലാം പോയിട്ടുള്ളവർ, അതല്ല പോയവർ നമ്മൾ കമൻ്റ് ഇട്, പോവാത്തവർ നിങ്ങൾ കമൻ്റ് ഇട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെയും ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ ചെക്കിങ് എല്ലാം നിന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യൂ എല്ലാം നിന്ന് അകത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ചെങ്കോട്ടേൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകളാണ്. നിങ്ങൾ കണ്ടോ മച്ചന്മാരെ, അവിടെ ഒരു ഇത് കണ്ടോ, കുറച്ച് മുന്നോട്ട് പൊന്തി കിടന്ന് അതുവഴി ഈ ശത്രുക്കൾ വരുമ്പം ചൂടുവെള്ളം, തിളക്കുന്ന ചൂടുവെള്ളമാണ് അതിൻ്റെ നിന്ന് വരിക. അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഷമിനാട്ടൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിനി അത് ഉള്ളിലോട്ട് വേണം. ഉള്ളിലോട്ട് കുറേ ഇതുണ്ട് കേട്ടോ, നമ്മളെ ശത്രുക്കളെ തുരത്താൻ വേണ്ടിയും അങ്ങനെയുള്ള ഇതെല്ലാം വരുന്ന ഇതുണ്ട്. ഓക്കെ, ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാം. കോട്ടയെല്ലാം കണ്ട് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കോട്ടയെല്ലാം കണ്ട് പോകുന്ന പറയുമ്പം. പണ്ട് നമ്മളിപ്പോഴത്തെ കാലത്ത് നമ്മൾ മെഷീനെ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മുറിക്കൽ. ഇതെല്ലാം അവർ കയ്യിനെ കൊണ്ട് കൊത്തുപണികളാണ് കേട്ടോ. മനോഹരമായ ഒരു കോട്ടയാണ്. പിന്നെ വെച്ചാൽ ഇപ്പം മിലിറ്ററീസാണ് ഇവിടെ നിൽക്കൽ. മിലിറ്ററീസിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടോ, ബാഹുബലിയിലെ ഈ തീയിട്ടിട്ട് ഉരുണ്ടി വരുന്നില്ല, അതേ കണക്കത്തിനൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്, ഈ മിനിസെല്ലുള്ളത്. പിന്നെ വെച്ചാൽ കൊട്ടാരത്തിന് രാജാവിന് വരാൻ വേണ്ടി ആനപ്പുറത്ത് സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നിരപ്പാക്കി വെച്ചത്. രണ്ടായിട്ട് അവർ കണക്കൂട്ടിയിട്ട് വെച്ചതാണിത്. പിന്നെ വെച്ചാൽ അതിൻ്റെ ഈ മതിലിൻ്റെ നടുക്ക് കൂടിയും കുറച്ച് ഉള്ളോട്ടല്ല, കുറച്ച് പുറത്തോട്ട് പൊന്തി കിടക്കുന്ന സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുവഴി ഞാൻ കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരുന്നു. കണ്ടോ
അതുവഴി ഓയിലാണ് വരിക. എന്നുവെച്ചാൽ നിരപ്പായതുകൊണ്ട് ശത്രുക്കളെ നേരെ നിൽക്കാൻ പറ്റില്ല, അവർ വഴുതി വീഴാനും, പിന്നെ വെച്ചാൽ ആനകൾക്ക് നിരപ്പായി പോകാനും, രാജാവിനെയും കൊണ്ട് നിരപ്പായി പോകാനും, പിന്നെ വെച്ചാൽ ഈ ശത്രുക്കൾ വരുമ്പം ഈ തീ ബാഹുബലി കണക്കത്തെ കണ്ടിട്ട് തീയുണ്ട അതേ കണക്കത്തെ സാധനങ്ങളും ഉരുട്ടി വിടാൻ വേണ്ടിയിട്ടാണ്. തീയുണ്ടല്ല, പക്ഷേ അത് ഇരുമ്പിൻ്റെ ആയിരിക്കും, മുള്ള് ഇതാണൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ഉരുട്ടി വിടാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പം ഓയിൽ വരുമ്പം കണ്ട പച്ചപ്പൻ ഇങ്ങനെ പുറത്ത് ഓയിൽ വരുമ്പം ഒരു തീ ഇട്ട് കൊടുത്താൽ മതി, എല്ലാവരും കത്തിച്ചാമ്പലാവും. കണ്ടോ, അത്രക്കും അവരെ എങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തുരങ്കങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്, പക്ഷെ അതൊന്നും മിലിറ്ററീസ് കാണിക്കാൻ പറ്റത്തില്ല. മിലിറ്ററീസിൻ്റെ കൈമിലാണ് അതിലുള്ളത്. അത് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. കുറച്ച് ഭാഗങ്ങളെ നിങ്ങൾ കാണിക്കുന്നുള്ളൂ, അത്ര കാണിക്കുന്നില്ല കേട്ടോ മച്ചന്മാരെ. അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇതെല്ലാം കുറച്ച് പൊന്തി കിടക്കുന്നുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞ കണ്ട ഈ വഴിയാണ് ഓയിൽ വരിക, കണ്ടോ, ആ വഴിയാണ് ഓയിൽസ് വരിക. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. നമുക്ക് അങ്ങനെ ഉള്ളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ കോട്ടേൻ്റെ ഉള്ളെത്തില്ല, ഇതാണ് നമ്മളെ കോട്ടേൻ്റെ ഉള്ളിലേക്കുള്ള വഴി. പിന്നെ വെച്ചാൽ ഇപ്പം നമ്മൾ കയറി വഴിയുണ്ട്, ആ കയറി വഴി മാത്രമേ ഉള്ളൂ ഈ കോട്ടേൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വഴി, വേറെ ഒരൊറ്റ വഴിയില്ല കേട്ടോ. അങ്ങനെ ശബരിമല നമ്മളോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ആരും മേലേക്ക് കയറാറില്ല. അങ്ങനെ നമ്മളൊന്ന് മേലേക്ക് കയറുന്നുണ്ട്. മേലേക്ക് കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മേലേക്ക് കയറാം. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയുണ്ട്, സ്ത്രീകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു പള്ളിയുണ്ട് ഇവിടെ. പിന്നെ പുരുഷന്മാർക്കുള്ളത് വേറെ അപ്പുറത്തൊരു വലിയൊരു പള്ളിയുണ്ട്. പള്ളി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കുറച്ച് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാണ് നമ്മളെ പള്ളി കേട്ടോ, ഈ ഗേറ്റിൽ കണ്ടോ കേട്ടോ, ഇതാണ് നമ്മളെ പള്ളി. അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ, ജയിലണക്കത്തെ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഗാർഡനാണ്, പൂന്തോട്ടം. അങ്ങനെ ഇതെല്ലാം ഉള്ളിൽ ചുറ്റപ്പെട്ട ഇതാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ രാജാവും മന്ത്രിയും എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് കേട്ടോ, ഒത്തുകൂടുന്നൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ രാജാവും ഭടന്മാരും മന്ത്രിയും എല്ലാവരും നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒത്തുകൂടുന്നൊരു സ്ഥലമാണിത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് കണ്ട് ഇങ്ങനെ നമ്മൾ പോകുന്നത്, കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കുറച്ച് കാര്യങ്ങൾ ഫോട്ടോസെല്ലാം എടുക്കുന്നത് നമ്മളിവിടുന്ന്. അവിടുന്ന് നമ്മൾ പോയെന്ന് പറയുമ്പം, പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ഈ നമ്മൾ മുതലക്കുളം കണ്ടിട്ട് അതിന് നേരെ ഇവിടെ ആയിട്ട് ഒരു പുലികളെ വളർത്തുന്നൊരു കോട്ടയുണ്ട്. പിന്നെ വെച്ചാൽ അങ്ങനെ ഒരു കോട്ടയും ഉണ്ട് കേട്ടോ ഇവിടെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെച്ചാൽ ഇവിടെ ഞാൻ ഇപ്പം വീഡിയോ ഇപ്പം നമ്മളിപ്പോൾ വോയിസ് ഞാൻ കൊടുക്കുന്നതാണ്. അന്നേരമാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ വീഡിയോയിൽ ഞാൻ ഒരാളെ കണ്ടു. ആരെ? താജ്മഹൽ. അവിടെ താജ്മഹൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് ഞാൻ ഇത് ഇടാം. പിന്നെ വെച്ചാൽ ഇവിടെയെല്ലാം വൈറ്റ് മാർബിളാട്ടോ. പിന്നെ ഇവിടെയെല്ലാം നല്ല ഇതുണ്ടായിരുന്നു, നമ്മൾ തൊട്ടൊക്കെ നല്ല മിനുസായിരുന്നു, കൊത്തുപണി കേട്ടോ. ഇത് നമ്മളൊരു മെഷീൻ ഒറ്റൊന്നുമില്ല. പിന്നെ ഇവിടെയെല്ലാം ഡയമണ്ട്സ് ആയിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വരുമ്പം അങ്ങനെ മറ്റേ അന്നേരം ഇവർ മാറ്റിയതാണ്. അന്നേരം ഇത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു മിനുസെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഇതാണ്. പിന്നെ അവിടുന്ന് നമ്മൾ പോയത് നമ്മളെ ഷാജഹാനെ തടവിലാക്കിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്നു. നമ്മളങ്ങനെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ അവിടെ താജ്മഹൽ ഉണ്ടോ അതേപോലെ. ഓക്കെ, നമ്മളങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് ഇങ്ങോട്ടാണ് നമ്മളെ ഷാജഹാനെ തടവിലാക്കിയ സ്ഥലം. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ സ്ഥലം കണ്ടോ, ഈ ഒരു ഇതെല്ലാം കണ്ടോ, ഇവിടെയാണ് അവിടെ ഒരു കുരങ്ങ് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് ഷാജഹാനെ തടവിലാക്കിയ സ്ഥലം.
ഇവിടെ നിന്നാണ് തൻ്റെ മകനാണ് ഷാജഹാനെ തടവിലാക്കിയത്. അതെന്ന് വെച്ചാൽ തൻ്റെ മുംതാസ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷാജഹാൻ 700 കോടി കൊടുത്തിട്ടാണ് മറ്റേ നമ്മളെ വൈറ്റ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഇത് ഇന്ത്യൻ്റെ മറ്റേ സൗന്ദര്യമാണ്. താജ്മഹൽ നല്ലൊരു തിളക്കമുള്ള അതുകൊണ്ട് വൈറ്റ് താജ്മഹൽ ഉണ്ടായിരുന്നുണ്ട്. അതിന് നേരെ മുന്നിലാണ് നമ്മളെ ഗംഗാ നദി ഒഴുകുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു താജ്മഹൽ എടുക്കാൻ വേണ്ടി ഷാജഹാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വൈറ്റ് താജ്മഹലല്ല, ബ്ലാക്ക് താജ്മഹലാണ്. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ടാണ് മോൻ നമ്മളെ ഷാജഹാനെ പിടിച്ച് ജയിലിലിട്ടത്. പിന്നെ സ്വത്ത് പിന്നെ തെച്ചുണ്ടാവില്ല. അവർ ഈ നാട് വിട്ടിട്ട് പോകേണ്ടി വരും. ഒരൊറ്റ പൈസ എടുക്കാനുണ്ടാവില്ല. പിന്നെ വെച്ചാൽ ഇതെല്ലാം റൂബീസ് എന്ന് പറഞ്ഞ ഒരു കല്ലാണ് കേട്ടോ. കല്ലുകൊണ്ടാണ്. ആ കല്ലിന് നല്ല പൈസയുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കോട്ട. പിന്നെ ഇതേ കണക്കത്തെ ആർട്ട് വർക്ക് നമ്മളെ താജ്മഹലിലും ഉണ്ട്. ഓക്കെ. പിന്നെ ഈ കോട്ടയുടെ കണക്കെ തന്നെയാണ് നമ്മളെ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണല്ലോ നമ്മളെ പരേഡിൽ നടക്കുന്നത്. മറ്റേ റിപ്പബ്ലിക്കിന് കൊടിയെല്ലാം ഉയർത്തുന്നത്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടാവും. അങ്ങനെ അവിടെയാണ് നമ്മളെല്ലാവരും ചെങ്കോട്ട എന്ന് പറയല്. ഇവിടെ വന്നപ്പോഴാണ് ഈ കോട്ട നമ്മൾ അറിയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഒരു തുള കണ്ടോ പച്ചമരെ? ആ തുളയിൽ എപ്പോൾ തണുപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഗംഗാ നദീൻ്റെ കാറ്റ് വന്ന് ഉള്ളിലുണ്ട്. ഗംഗാ നദീൻ്റെ കാറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ അതിൻ്റെ തണുപ്പാന്നാണ് പറയുന്നത് ഏട്ടൻ. പിന്നെ അങ്ങനെ പിന്നെ ഇതിന് മേലൊരു ഗോപുരം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഗോപുരം എന്ന് പറയുമ്പം എന്നങ്ങനെ ആയിക്കോട്ടെ. പിന്നെ വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു വള്ളിങ്ങനെ വേണ്ടി. ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് വെള്ളമൊന്നും വരുന്നില്ല. നമുക്ക് അന്നേരം ഇതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇരുമ്പുണ്ട്. അന്നേരം ഇത് ഉണ്ടായിരുന്നില്ല. ഷാജഹാൻ അപ്പുറം ഇവിടെ സെറ്റും ഇതായിരുന്നു, സെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഷാജഹാനെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഈ ഗേറ്റൊന്നും ഉണ്ടായിട്ടിരുന്നില്ല. പിന്നെ അങ്ങനെ ഏട്ട പറഞ്ഞു ഗോപുരം ഉണ്ട് വില. ആ ഗോപുരം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഗോപുരം അങ്ങനെ അതും കണ്ട് പാട്ട് കാണിച്ചു കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെയും ഉണ്ടായിരുന്നു ഗോൾഡ്. ഇവിടെ നടുക്കൊരു സ്ഥലം കണ്ട അവിടെ നമ്മളെ ഇത് വരുന്നതാണ്. ഇത് മറ്റേമാതിരി ഇപ്പോൾ ഓർമ്മ വന്നു. അത് റോസ് വാട്ടറാണ്. ആ വഴിയാണ് റോസ് വാട്ടർ വരിക. അവിടെ നിന്നാണ് ഈ രാജാക്കന്മാർ കുളിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് വരത്തില്ല. പിന്നെ ഇതിന് ചുറ്റി തെച്ചും ഞാൻ പറഞ്ഞല്ലോ രത്നങ്ങളായിരുന്നു. അതെല്ലാം ഈ മറ്റേ ബ്രിട്ടീഷ് വരുന്നതുകൊണ്ട് മാറ്റുകയും ചെയ്തു. മാറ്റിയതുകൊണ്ട് ഇപ്പം ബ്രിട്ടീഷുകാർക്കൊന്നും കിട്ടിയിട്ടിരുന്നില്ല. അതിപ്പോൾ എവിടെയായില്ലെന്ന് നമുക്കറിയില്ല. അത് മിലിറ്ററീസിന് അറിയാമായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് നമ്മളെ താജ്മഹലിലേക്കാണ്. താജ്മഹലിൻ്റെ വീഡിയോ ഇനി അടുത്ത പാർട്ടായിരിക്കും വരുന്നത്. പിന്നെ വീഡിയോ കാണുന്നതെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളങ്ങനെ എല്ലാം കണ്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ അതെല്ലാം കണ്ട് പിന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് താജ്മഹൽ കാണണ്ടേ, അതിനുവേണ്ടി നമ്മളങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ ഈ ചെങ്കോട്ടയിൽ തന്നെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നതെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു മെഷീനെ കൊണ്ടും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. തെച്ചും നമ്മളെ കൊത്തുപണികളാണ്. അന്നേരം അവരെ ഇത് നോക്കണം. അതെന്ന് അത്രക്കും അവർ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കല്ല, അത്രക്കൊരു ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ മെഷീനെ കൊണ്ടാണല്ലോ, ഇത് മെഷീനെ കൊണ്ടൊന്നുമല്ല. കണ്ട അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയത്. നമ്മൾ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ചെങ്കോട്ടയിൽ നിന്ന് ഷാജഹാൻ മരിക്കുമ്പോൾ തൻ്റെ ഭാര്യേൻ്റെ താജ്മഹൽ കണ്ടിട്ടാണ് മരിക്കുന്നത്. പിന്നെ ഇവിടെയെല്ലാം കണ്ടോ അത്രക്കും നല്ലൊരു സാധനമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. കോട്ട മനോഹരമായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്. അതിൻ്റെ അപ്പുറമാണ് നമ്മളെ താജ്മഹൽ കാണുന്നത്. അടുത്താണ് നമ്മളോട് പറയുന്നത് അവിടെയാണ് നമ്മളെ താജ്മഹൽ ഉള്ളത്. അങ്ങനെ നമ്മൾ
കൊണ്ട് പോകുന്നുണ്ട്. ഏട്ടന് വീഡിയോ ഇടുമ്പോൾ ഏട്ടൻ അവിടെ ചിരിക്കുന്നെല്ലാം ഉണ്ട്. എന്നോട് പറഞ്ഞു ഏട്ടൻ എൻ്റെ ഒന്നും ഇടല്ലാന്ന്. പിന്നെ നമുക്ക് ഇതെല്ലാം കണ്ട ഇവിടെ നമ്മൾ ഡയമണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് പോകുന്നത് പറയുമ്പോൾ ഇവിടെ ഒരു കിണർ കണക്കാത്ത സ്ഥലമുണ്ട്. നമ്മളിപ്പം ആര് വിചാരിച്ചാലും അത് കിണറാന്ന് വിചാരിക്കുമല്ലോ. കണ്ടോ, ഇതൊരു കിണറാന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. പക്ഷെ ഇത് കിണറല്ല. ഇതെന്ന് പറയുമ്പോൾ രാജാവിൻ്റെ ഭാര്യ മറ്റേ ഇതുണ്ടാവുമല്ലോ, നമ്മൾ പൂജ എന്നങ്ങനെ നടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. പൂജ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഏട്ടിട്ട് ഫസ്റ്റ് വെച്ചത് കിണറാണ്. പക്ഷേ കിണർ നമ്മൾ അടിയിൽ എത്തണ്ടേ, ഇത് അടിയിൽ എത്തുന്നൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ നിലയിലാണ് നമ്മളിത്. അങ്ങനെ ഇത് ഒരു കിണറല്ല. അന്നേരം ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ പൂജ നടക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വന്നത് നിങ്ങൾക്ക് താജ്മഹൽ കാണിക്കാൻ വേണ്ടിയാണ്. അയ്യോ, ശബ്ദമെല്ലാം പോയി. പിന്നെ നമ്മളങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഏട്ടൻ്റെ പുറകെ തന്നെ. പിന്നെ വെച്ചാൽ നമ്മൾ അവിടെ പറഞ്ഞു നിങ്ങളൊന്ന് ആടെ പോയി നോക്കണം. അന്നേരമാണ് ഞാൻ കാണുന്നത് നമ്മളെ വൈറ്റ് താജ്മഹൽ. അപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞു ഷാജഹാൻ മരിക്കുന്നത് അവിടുന്ന് ഈ നമ്മളെ വൈറ്റ് താജ്മഹൽ കാണും. പിന്നെ അതിൻ്റെ മുന്നിൽ കൂടെ ഒഴുകുന്നതാണ് നമ്മളെ ഗംഗാ നദി. ഗംഗേനാന്ന് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ നേരെ മുന്നിലാണ്, ഗംഗയുടെ നേരെ ഇപ്പുറ സൈഡിലാണ് നമ്മളെ ബ്ലാക്ക് താജ്മഹൽ എടുക്കാൻ വേണ്ടി ഷാജഹാൻ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ ഇത് നടന്നില്ല. മകൻ പിടിച്ച് ജയിലിലിട്ടു. നമ്മൾ താജ്മഹൽ കാണിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ പോകുന്ന താജ്മഹലിലേക്കാണ്. ആ വീഡിയോ വരുന്നതായിരിക്കില്ല. അത് സെക്കൻഡ് പാർട്ടിലായിരുന്നു വരുന്നത്. സെക്കൻഡ് പാർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി പറഞ്ഞിരുന്നു. നമ്മൾ ലാസ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരെ തിരിച്ചു നോക്കണം. അവിടെയെല്ലാം കേട്ടോ, അവിടെയെല്ലാം നമ്മളെ കല്ലുണ്ടായിരുന്നു കേട്ടോ, ഈ ഡയമണ്ട്സ്. അവിടെ നമ്മൾ അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ എന്ന് വെച്ചാൽ എന്ത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ആണ്, കുട്ടികളെന്തോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ സ്ഥലത്തിൻ്റെ എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ എന്നുവെച്ചാൽ അവിടെ കാണുന്ന തിളങ്ങുന്നതെല്ലാം കണ്ട തിളങ്ങുന്നുണ്ട. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒറിജിനൽ ഗ്ലാസ്സാണത്. ഗ്ലാസ് എന്തൊരു സാധനമാണത്, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഓർമ്മയില്ല. നമ്മൾ ഗ്ലാസ് ആകുമ്പോൾ അറിയില്ല. നിങ്ങളിലേക്കും ഒരു പേപ്പർ ഉണ്ടല്ലോ തിളങ്ങുന്നത്, അതായിരുന്നു വിചാരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിലൊന്നും അങ്ങനെ വിചാരിക്കുന്നത്. അന്നേരം ഏട്ടനെ പറഞ്ഞത് ഗ്ലാസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഓക്കെ, എന്താ നമ്മളങ്ങനെ പൂന്തോട്ടവും എല്ലാം കണ്ട്. പിന്നെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. കുളം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ജോൺ എന്ന് പറഞ്ഞ ഒരാളെ ശവകുടീരമാണിത്. അവിടുന്ന് അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. കിണർ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ബ്രിട്ടീഷുകാരെ അത് തലവനാന്ന് തോന്നുന്നു, അവിടെ വെച്ചതാണ് അയാൾ മരിച്ചപ്പം. പിന്നെ കിണർ കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ കിണർ. എത്ര അടി താഴ്ച കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമെന്ന് കിണർ കാണിച്ചുകൊണ്ട്. എന്നാൽ ഓക്കെ, ബൈ. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും.